ജിം ഫിക്സ് എന്ന വളരെ പ്രശസ്തനായ ഒരു ഓട്ടക്കാരൻ ഓട്ടത്തിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ. ശരീരത്തിന്റെ ഫിറ്റ്നസും ഹാർട്ടിന്റെ ഫിറ്റ്നസും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ. 10% കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് എക്സർസൈസിന്റെ സമയത്താണ്. അതുപോലെ തന്നെ ശരീരം ഫിറ്റായി സൂക്ഷിക്കുന്നതിൽ 90% ആളുകളും അവർക്ക് വരുന്ന ഹാർട്ടിന്റെ ലക്ഷണങ്ങൾ അവഗണിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. ശാരീരിക ഫിറ്റ്നസും ഹാർട്ട് ഫിറ്റ്നസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തുകൊണ്ടാണ് ഫിറ്റായ ആളുകൾക്ക് ഹാർട്ടിന് അസുഖങ്ങൾ വരുന്നത്? ഫിറ്റായ ആളുകൾ ഹാർട്ട് എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതും നമുക്ക് നോക്കാം. അതിനു മുമ്പ് ശാരീരിക ഫിറ്റ്നസ് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? ഒന്നാമതായിട്ട് ശരീരത്തിന് മാക്സിമം എത്ര ഓക്സിജൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്ന് നോക്കുന്ന VO2 മാക്സ്. നമ്മുടെ ഹാർട്ടും ശ്വാസകോശവും മസിലുകളും എങ്ങനെ കൂട്ടായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കണക്ക്. VO2 മാക്സ് നല്ല കപ്പാസിറ്റി കാണിച്ചാൽ പോലും ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാവാം. രണ്ടാമത്തേത് നമ്മുടെ മസിലിന്റെ സ്ട്രെങ്ത് ആണ്. എത്ര വെയിറ്റ് നമുക്ക് പൊക്കാൻ സാധിക്കും. മൂന്നാമത്തേത് ബോഡി കോമ്പോസിഷൻ ആണ്. ശരീരത്തിൽ എത്ര കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ട്, മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ, എനർജിയുടെ ബാലൻസ് എത്ര, മെറ്റബോളിസം എത്ര. നാലാമത്തേത് ഫങ്ഷണൽ ഫിറ്റ്നസ് ആണ്. നമുക്ക് ഡെയിലി എത്ര ജോലി ചെയ്യാൻ സാധിക്കുന്നു, എത്ര സ്പോർട്സ് കളിക്കാൻ സാധിക്കുന്നു. ഇനി കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്, ഹാർട്ടിന്റെ ഫിറ്റ്നസ് എന്താണെന്ന് മറ്റൊരു തരത്തിലാണ്. അതിലൊന്നാമത്തേത് അതിറോസ്ക്ലെറോസിസ് എന്ന അസുഖം തുടങ്ങിയിട്ടുണ്ടോ, ബ്ലോക്ക് ഉണ്ടോ. രണ്ടാമത്തേത് കൊളസ്ട്രോളിന്റെ അളവ് കറക്റ്റ് ആണോ അല്ലയോ. മൂന്നാമത്തേത് BP എങ്ങനെയുണ്ട്, പ്രത്യേകിച്ച് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് BP ഒന്ന് കൂടുന്നു, നോർമലായിട്ട് കുറയുന്നു, ഇത് സംഭവിക്കുന്നുണ്ടോ. നാലാമത്തേത് ഷുഗറിന്റെ അളവ് എങ്ങനെയാണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ. അഞ്ചാമത്തേത് രക്തധമനികൾക്കകത്ത് വിട്ടുമാറാത്ത നീർക്കെട്ടുണ്ടോ. ആറാമത്തേത് ഹാർട്ടിന്റെ ഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ജന്മന ഉണ്ടോ, സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ് ഉണ്ടോ. ഏഴാമത്തേത് ഹൃദയത്തിലെ കറന്റിന്റെ പ്രവർത്തനം നോർമലാണോ അല്ലയോ. ഇതൊക്കെയാണ് ഹാർട്ടിന്റെ ഫിറ്റ്നസ് തീരുമാനിക്കുന്ന 7 ഘടകങ്ങൾ. ഇപ്പോൾ നമ്മൾ ശാരീരിക ഫിറ്റ്നസും ഹാർട്ടിന്റെ ഫിറ്റ്നസും എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി ശരീരം ഫിറ്റ് ആണെങ്കിലും ഹാർട്ട് എന്തുകൊണ്ട് ഫിറ്റ് അല്ല എന്നുള്ളത് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത് ജനിതകം തന്നെയാണ്. ജനിതകപരമായി പല അസുഖങ്ങളുണ്ടെങ്കിൽ ശരീരം ഫിറ്റ് ആണെങ്കിൽ പോലും അത് നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. ജനിതകപരമായി കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ടാവുന്ന അവസ്ഥ, ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ഹൃദയത്തിന്റെ മാംസപേശികൾ ഭിത്തികൾ തടിച്ചിരിക്കുന്ന ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പത്തി, ഹൃദയത്തിലെ ഇലക്ട്രിസിറ്റിയെ താളം തെറ്റിക്കുന്ന ലോങ് ക്യൂട്ടി സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം, ജന്മന ഹൃദയത്തിലെ രക്തധമനികൾ കൊറോണറി ആർട്ടറികളുടെ സ്ഥാനം തെറ്റിക്കിടക്കുന്ന അവസ്ഥ തുടങ്ങിയ ജന്മനയുള്ള പ്രശ്നങ്ങൾ ഫിറ്റായ ആളുകൾക്കുണ്ടെങ്കിൽ അവരുടെ ഹാർട്ടിന് പെട്ടെന്ന് അപകടങ്ങൾ സംഭവിച്ചേക്കാം. രണ്ടാമത്തത് നല്ല ഫിറ്റായിട്ടുള്ള ഒരു വ്യക്തി അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ അയാൾക്ക് ഹാർട്ടിന്റെ പ്രൊട്ടക്ഷൻ പിന്നെ ഇല്ല. മൂന്നാമത്തത് ഫിറ്റായ ഒരു വ്യക്തിക്ക് BP കൂടി നിൽക്കുകയെന്ന് വിചാരിക്കുക, അയാൾക്ക് ഒരു പുറമേക്കൊരു ലക്ഷണം ഇല്ലെങ്കിൽ പോലും അത് അയാൾക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാക്കാം. നാലാമത്തത് ജിമ്മിൽ പോകുന്നവർ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രീ വർക്കൗട്ടുകൾ, അനബോളിക് സ്റ്റിറോയിഡുകൾ, കഫീൻ കൂടിയ സ്റ്റിമുലൻസ്, ഇതെല്ലാം ഹൃദയത്തിന് കേടാണ്. അഞ്ചാമത്തത് വളരെ കൂടിയ രീതിയിൽ എക്സർസൈസ് ദീർഘകാലം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗുണത്തെക്കാളേറെ ഹൃദയത്തിന് കേടുവരികയാണ് ചെയ്യുക. ഹൃദയത്തിൽ കറകൾ രൂപാന്തരപ്പെടാം, ഹൃദയത്തിന്റെ മിടിപ്പ് താളം തെറ്റുന്ന ഏട്രിയൽ ഫിബ്രിലേഷൻ സംഭവിക്കാം. ഫിറ്റായ ശരീരമുള്ള വ്യക്തികളിൽ ഹാർട്ടിന്റെ ലക്ഷണങ്ങൾ മറക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. സ്ഥിരമായി എക്സർസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഹൃദയത്തിന്റെ മിടിപ്പ് കുറഞ്ഞിരിക്കുന്നത് കാരണം അവർക്ക് ലക്ഷണങ്ങൾ വളരെ പതുക്കെ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അതുപോലെ തന്നെ ചില ആളുകൾക്കെങ്കിലും ഹൃദയത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ബൈപ്പാസ് രക്തധമനികൾ രൂപപ്പെടുന്നത് കൊണ്ട് ലക്ഷണങ്ങൾ അവരറിയണമെന്നില്ല.